ഇന്നത്തെ വീഡിയോയിൽ ഫെറോ സിമെൻറ്റ് ചെയ്ത ഒരു കിച്ചണ്, അതിൻ്റെ മുകളിൽ അലുമിനിയം ഫ്രെയിം ചെയ്ത് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വീഡിയോസാണ്. പരമാവധി അക്സസറീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെ കിച്ചൺ വളരെ ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ഫെറോ സിമെൻറ്റിലേക്ക് കോർബിറ്റ് ചെയ്തിട്ട് പ്ലഗ് ഇട്ട് സ്ക്രൂ കൊടുക്കുന്നൊരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. ക്ലാമ്പ് വെച്ചിട്ട് ചെയ്തിട്ടില്ല. അത്യാവശ്യം ഉള്ള ഡ്രോയർ കാര്യങ്ങൾ, GTBT കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഡ്രോയർ മാത്രമേ ഇവിടെ ചെയ്യാനുള്ള സ്പേസ് അവിടെ വെച്ചിട്ടുള്ളൂ. അവിടെ ഡ്രോയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫെറോ സിമെൻറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. ഫെറോ സിമെൻറ്റ് ചെയ്ത വർക്ക് നമുക്ക് ഭംഗിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാത്ത ഏരിയ കാലിയായിട്ട് വിട്ടാൽ വളരെ ഭംഗി തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ ഫുള്ള് വൈറ്റ്, ഓഫ് വൈറ്റ്, അതുപോലെ തന്നെ വൈറ്റ് ഫ്രെയിം, ഗോൾഡ് ആന സെക്ഷൻ എന്നിവ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. ഫെറോ സിമെൻറ്റ് ചെയ്താൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ഹോൾസും കാര്യങ്ങളൊക്കെ അടിച്ച് കണക്ഷൻ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും ചെയ്തൊരു വർക്ക് നമ്മളെ വളരെ ഭംഗി തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിൻഡോൻ്റെ മുകളിലൊക്കെ ഫ്രീ ഏരിയ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ബോർഡറൊക്കെ വെച്ച് കുറച്ച് ഡിസൈനാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സിലിക്കോൺ ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഒരു ഫെറോ സിമെൻറ്റ് ചെയ്ത കിച്ചണാണ് നമുക്ക് കിട്ടിയത്. അവിടെയാണ് ഈ ലെവലിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് അതുപോലെ തന്നെ ഡ്രോയർ കാര്യങ്ങൾ, സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ വൈറ്റ് ഫ്രെയിം ആദ്യം ചെയ്ത് പിന്നെ GTBT കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് കോൺക്രീറ്റ് തട്ടിൻ്റെ മുകളിൽ സാധാ ഡോറ് ചെയ്തിട്ടുള്ളത്. ലെക്സയുടെ ഷീറ്റ് തന്നെ ഉപയോഗിക്കല്. ലെക്സയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യല്. ഗ്യാരണ്ടി ഷീറ്റാണ്, PVC ആണ്. 10 വർഷം ഗ്യാരണ്ടി വരുന്നുണ്ട്. വാട്ടർ പ്രൂഫാണ്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ചെയ്തത് ഏകദേശം ഒരാഴ്ച കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ GTBT വെക്കുമ്പോൾ താഴെ ഭാഗത്ത് അതിൻ്റെ വെള്ളം താഴേക്ക് വരാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഫെറോ സിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിൽ GTBT ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഡ്രോയർ മാത്രമേ ഇവിടെ കൊടുക്കാനുള്ള സ്പേസ് ഉള്ളൂ. കാരണം ഫെറോ സിമെൻറ്റ് ചെയ്യുമ്പോൾ അവർ 2 ഡ്രോയറിൻ്റെ സ്പേസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡ്റൂമിലെ കാര്യങ്ങൾക്ക് വാൾഡ്രോബിൻ്റെ ഒരു ഏരിയ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വാൾഡ്രോബിനൊക്കെ കുറച്ച് റേറ്റ് ആകുന്നുണ്ട്. കാരണം അത് ഫെറോ സിമെൻറ്റ് ചെയ്താൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഫ്രെയിം അടിച്ച് ചെയ്യണം. ബാത്റൂമിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വാൾഡ്രോബാണ് ഇവിടെ വീട്ടിലുണ്ടായിരുന്നത്. അത് മൊത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രലിൽ വാഷ് ബേസിന്, സ്റ്റെയർ കേസിന് താഴെ ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ്, എയർ ഹോൾസൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്.